ദൈവം നിങ്ങൾ ഫോറിനാണ് സാധനം. അമ്മാവൻ തന്നാടാ. ഏത് നിങ്ങളുടെ പോക്സ് അമ്മാവനെ? ഓ, അയാളൊരു പാവം. എടാ, കസേരയിരിക്കുമ്പോൾ സൂക്ഷിക്കണേ, എൻ്റെ കൈ പൊട്ടിയിരിക്കുവാണ്. നിങ്ങളാ ലൈറ്റ് ഒന്ന് ഇട്. ഗ്ലാസ്സൊക്കെ കഴിയതാണോ? എടാ, ടച്ചിങ്സ് മൊത്തം അടിച്ചു തീർക്കല്ലേ. അവസാനം അവൻ വന്നു കഴിയുമ്പോൾ ഒന്നും കാണത്തില്ല. അയാളൊന്ന് വിളിക്ക്. ആ ആ ഹലോ, താൻ എവിടെയാടോ? ഞങ്ങളിവിടെ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുവാടോ. അവനിവിടെ ഉണ്ട്, താൻ വേഗം വാ. എവിടെ എത്തിയ പുള്ളി? ആള് വന്നോണ്ടിരിക്കുവാ. പുള്ളി അങ്ങനെ കാശൊക്കെ ഉള്ള ആളാണോ? ആളുടെ തള്ളു വെച്ചിട്ട് ഷോർട്ട് ഫിലിം പിടിക്കാനുള്ള കാശൊക്കെ ഉണ്ട്. ആളൊരു കോൺട്രാക്ടറാണ്. കോൺട്രാക്ടർ ആകുമ്പോൾ നാട്ടുകാരെ പറ്റിച്ച കാശൊക്കെ കാണുമല്ലോ. അതൊക്കെ കാണുമല്ലോ. അല്ലെങ്കിലും നല്ല മേക്കിംഗ് ക്വാളിറ്റി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കാശ് മുടക്കണം. അല്ല, എത്ര കാലം ചെയ്യും മൊബൈൽ ഫോണിലും പിടിച്ച്? നമസ്കാരം. ആ, ഇത് നമ്മുടെ ആക്ടറല്ലേ? അതെ അതെ. സാധനമൊക്കെ മേടിച്ചില്ല, നിങ്ങൾ അടിച്ചു തുടങ്ങിയില്ലേ? അവൻ അടിക്കത്തില്ലെങ്കിൽ എന്താ, ടച്ചിങ്സ് പോയത് തീർത്തിട്ടുണ്ട്. അതെ, ടച്ചിങ്സ് മാത്രം തീർത്ത്. നീ പറ, നമ്മുടെ സബ്ജക്റ്റ് കാര്യം എന്തായി? നമ്മുടെ ഷോർട്ട് ഫിലിമിൻ്റെ സബ്ജക്റ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? NHRCയുടെ ഒരെണ്ണം വരുന്നുണ്ട്, ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ. അതിൻ്റെ ഫസ്റ്റ് പ്രൈസ് 2 ലക്ഷം രൂപ മറ്റോ ആണ്. പിന്നെ അത് കഴിഞ്ഞ് താഴോട്ടുമുണ്ട്. അല്ല, നിൻ്റെ അതിനെ പറ്റിയ ടോപ്പിക് വല്ലതും ഉണ്ടോ? അതിന് സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ച് എന്തെങ്കിലും എടുക്കാമല്ലോ. അതൊക്കെ സ്ഥിരമായ ഒരു ക്ലീഷേ സാധനമല്ലേ. ദേ ഇരിക്കണം ഒരു ഫെമിനിസ്റ്റ്. ഫെമിനിസ്റ്റോ? അത് പെണ്ണുങ്ങളല്ലേ? സ്ത്രീകളുടെ തുല്യതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവരെല്ലാവരും ഫെമിനിസ്റ്റുകളാണ്. ഈ ഫെമിനിസം പറഞ്ഞ നടക്കുന്ന നീക്കെന്താ പെണ്ണ് കിട്ടാത്ത? പുള്ളിക്ക് ജോലിയില്ല. ഈ പാറ്റിയാർക്കി എന്ന് പറയുന്നത് തന്നെ ഒരു സോഷ്യൽ മൈൻഡ് സെറ്റാണ്. ഈ പാറ്റിയാർക്കിയുടെ ഏറ്റവും വലിയ വിക്ടിം ആരാണ്? അത് പുരുഷന്മാർ തന്നെ. നമ്മുടെ മേലുള്ള ഡിമാൻഡ് എന്തൊക്കെയാണ്? എനിക്ക് അതിനോടൊന്നും യോജിക്കാൻ പറ്റുന്നില്ല. സൊസൈറ്റി ഉണ്ടാക്കിയത് പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ റൂൾസ് ഉണ്ടാക്കിയതും പുരുഷന്മാരെ. എടാ, പവറാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അതിൽ സ്ത്രീയെന്നും പുരുഷനും വ്യത്യാസമൊന്നുമില്ല. പവർ എവിടെയാണോ അവിടെ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ആൻഡ് പവർ ഓൾവേസ് കറക്റ്റ്. എൻ്റെ ജീവിതത്തിൽ എന്നേക്കാൾ മികച്ച ഒരുപാട് സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഡ്രൈവിംഗ് മുതൽ ലീഡർഷിപ്പ് വരെ. നീ വേണേൽ ചരിത്രമെല്ലാം എടുത്ത് വായിച്ചു നോക്കൂ. സ്ത്രീക്കാണെങ്കിൽ പോലും അധികാരം കിട്ടിയ സ്ഥലങ്ങളിലെല്ലാം അവിടെ തെറ്റുകളും ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ പുരുഷനും സ്ത്രീയെന്നും വ്യത്യാസമേ ഇല്ല. ഇതൊന്നും ഒരു നടക്കി പോകത്തില്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും ടോപ്പിക് ഇടാൻ നോക്ക്. നിങ്ങൾക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കല്ലേ വേണ്ടത്? നമുക്ക് ഒരു ടോപ്പിക്കുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സ്. ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? കൊച്ചി മെട്രോയിലെ കാര്യം അറിയില്ലേ? അവിടെ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ ജോലിക്കെടുത്തത്. അവരുടെ ദുരനുഭവങ്ങൾ വായിച്ചപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലൊരു ഡോക്യുമെൻ്ററി ഉണ്ട്. അവരുടെ മേലുള്ള പ്രെജുഡിസ് 2 രീതിയിലാണ്. ഒന്ന്, മതപരമായ വിശ്വാസങ്ങളുടെ പേരിൽ, അതായത് ദൈവം മനുഷ്യരെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്. 2, ഇവർ പ്രകൃതി വിരുദ്ധരാണ് എന്നുള്ളത്. ഈ പ്രെജുഡിസുകൾ മാറ്റുക എന്നുള്ളതാണ് ഈ ഡോക്യുമെൻ്ററിയുടെ ലക്ഷ്യം. തുടക്കം ഒരു ബ്ലാങ്ക് സ്ക്രീനിൽ ഋഗ്വേദത്തിൽ ഒരു ശ്ലോകം എഴുതി വരും. വികൃതി ഏവം പ്രകൃതി, വാട്ട് സീംസ് അൺനാച്ചുറൽ ഈസ് ഓൾസോ നാച്ചുറൽ. നമ്മുടെ പുരാണങ്ങളിലെ അർദ്ധനാരീശ്വര സങ്കല്പം, ശിഖണ്ഡി, ബൃഹന്നള, അത്തരം ടോപ്പിക്സ് കവർ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ പുതിയൊരു കൺസെപ്റ്റ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. മനുഷ്യനെ ദൈവം സ്വന്തം രൂപത്തിലല്ലേ സൃഷ്ടിച്ചത്. പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഈ 2 ലിംഗത്തെപ്പറ്റി നല്ല ധാരണ ഉണ്ടായിരിക്കണമല്ലോ. ദൈവത്തിന് ഈ 2 ലിംഗം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇത് 2ലും പെടാത്ത 3ാമതൊരു ലിംഗമായിരിക്കും. ദൈവം സ്വന്തം ലിംഗത്തിൽ സൃഷ്ടിച്ചവർ. ഗോഡ് ജെൻഡർ എന്നാണ് ഞാൻ ഇതിന് പേരിടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ട്രാൻസ്ജെൻഡർ എന്ന ഒരു സ്റ്റിഗ്മ മാറ്റാനായിട്ട് ഗോഡ് ജെൻഡർ, ആ ഒരു ടേം നമുക്ക് കോയിൻ ചെയ്യാം. എടാ, നിൻ്റെ കൺസെപ്റ്റൊക്കെ കൊള്ളാം. എടാ, ഇന്നത്തെ പോലെ ഈ ജെൻഡർ ട്രാൻസ്ഫോർമേഷനും ജെൻഡർ കൺഫർമേഷൻ സർജറിയും ഒന്നും അന്നില്ലായിരുന്നില്ല. നിനക്ക് ചിലപ്പോൾ ഈ ഇൻ്റർസെക്സ് ആൾക്കാരായിട്ടുള്ള കൺഫ്യൂഷൻ തോന്നണമായിരിക്കും ഇവരെ കാണുമ്പോൾ. ഈ അമേരിക്കയിലൊക്കെ ഉണ്ടല്ലോ ആൾക്കാരുടെ ഈ പ്രോണോൺ, ജെൻഡർ പ്രോണോണൊക്കെ നോക്കാതെ അഭിസംബോധന ചെയ്ത പിടിച്ചകത്തിടുവന്മാർ. ഇപ്പോൾ ഒരു ലെസ്ബിയൻ പെൺകുട്ടിക്ക് പൈലറ്റ് ആണോന്ന് ആഗ്രഹമുണ്ടെന്നിരിക്കട്ടെ, അവളുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ പിന്നെ അവൾ നേരെ ട്രാൻസ്ജെൻഡർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവളുടെ ചിലവ് മൊത്തം നോക്കുന്നത് സർക്കാരാണ്. എടാ, ഈ ഗോഡ് ജെൻഡർ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവരെ ആരെയുമല്ല. നമ്മുടെ പോപ്പുലേഷനിൽ തന്നെ ഏകദേശം ഒരു 0.01% ആൾക്കാർ ഈ ജെൻഡർ ഡിസ്ഫോറിയ അനുഭവിക്കുന്നവരുണ്ട്, പ്രത്യേകിച്ച് പുരുഷന്മാരിൽ. അതായത് പുരുഷ ശരീരത്തിൽ അകപ്പെട്ടുപോയ സ്ത്രീ മനസ്സ്. അത് ഏകദേശം പ്യൂവർട്ടോടുകൂടി ആൾക്കാർക്ക് മാറും. പക്ഷേ അതിനുശേഷവും മാറാത്ത ആൾക്കാരുണ്ട്. അതവർക്ക്
ഈ ട്രാൻസ്ഫോർമേഷൻ അത്യാവശ്യമായി വരും. ഞാൻ അവരെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അമ്മയുടെ വയറ്റിൽ ജനിക്കുന്ന സമയത്തും നമ്മൾ സ്ത്രീകളായിട്ടാണ് ജനിക്കുന്നത്. 6-7 ആഴ്ച കഴിയുമ്പോൾ വൈ ക്രോമസോം കിക്കിനാകുന്ന സമയത്താണ് നമ്മൾ പുരുഷന്മാരായിട്ട് മാറുന്നത്. അതുവരെ നമ്മൾ സ്ത്രീകളെ പോലെ തന്നെയാണ്. അതുകൊണ്ടല്ലേ നമുക്ക് നിപ്പിൾസ് ഉണ്ടാകുന്നത്. ഒരു കണക്കിന് പറഞ്ഞു വന്നാൽ നമ്മളും ട്രാൻസ്ജെൻഡേഴ്സ് തന്നെയാണ്. എടാ, ഇതൊന്നും അവാർഡും കിട്ടാൻ പോകുന്നില്ല, പൈസയും കയ്യിൽ നിന്ന് പോവും, ആകെ മിച്ചം കിട്ടാൻ പോകുന്ന ആൾക്കാരുടെ വാരിക്കണ ചീത്ത മാത്രം. ഇനി മനുഷ്യാവകാശ ലംഘനത്തിന് എൻ്റെ ടോപ്പിക്കൊന്നുമില്ല. എൻ്റെ അവനാഴിയിൽ അമ്പെല്ലാം തീർന്നു. എന്നാൽ പിന്നെ പുരുഷന്മാർ അനുഭവിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ നിങ്ങൾക്ക് ഒരു ടോപ്പിക് ആക്കിക്കൂടെ? പുരുഷന്മാരെന്ത് അവകാശ ലംഘനം നേരിടുന്നു? എന്തെങ്കിലുമൊക്കെ കാണത്തില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. എടാ, ഈ പുരുഷനായിട്ട് ഇരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അവകാശ ലംഘനം. എടാ, വേണമെങ്കിൽ ആ ഷോർട്ട് ഫിലിമിന് പേര് കിട്ടും, ദ വൈ ക്രോമസോം. ഇപ്പം എൻ്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്ക്. ഞാനൊരു പെണ്ണ് കെട്ടി കഴിഞ്ഞിട്ട് അവളുടെ കൂടെ നല്ല ജീവിതം ആഗ്രഹിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീട്ടുകാരെയും കൂട്ടുകാരെയും വീട് ഉപേക്ഷിച്ച് ഞാൻ വേറെ നാട്ടിൽ പോയത്. അങ്ങനെ പോയതുകൊണ്ടാണ് എനിക്ക് പെണ്ണും കിട്ടിയത്. ഇപ്പം അവളാണ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി, വേറെ തന്നെ കൂടെ പോയി. എന്നിട്ടിപ്പോൾ അവനിപ്പോൾ അവളെ വേണ്ട. അതുകൊണ്ട് എൻ്റെ പേരിൽ നിന്നിട്ട് അവൾ കൊണ്ട് ചിലവിന് കൊടുക്കാനായിട്ട് മെയിൻ്റനൻസ് കേസും കൊടുത്തു. എന്നിട്ടിപ്പോൾ ഞാനും എൻ്റെ വീട്ടുകാരും കേസിൽ പ്രതികൾ പോയി. കേസ് നീയല്ലേ ജയിച്ചത്? നിയമം നിനക്ക് അനുകൂലമായിട്ടല്ലേ നിന്നത്, അല്ലാതെ അവളുടെ പക്ഷത്തല്ലല്ലോ. ഇതൊക്കെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. പവർ എവിടെയുണ്ടോ അത് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കും. ഇവനെതിരെയുള്ള ഡൊമസ്റ്റിക് വയലൻസ് കേസും നിങ്ങളുടെ അമ്മാവൻ്റെ ബോക്സോ കേസും ഇതെല്ലാം അതിന് ഉദാഹരണമല്ലേ. പവർ ആടയിലുണ്ടോ അത് ദുരുപയോഗം ചെയ്യും. നിങ്ങളെന്തിനാ ഈ ജനറലൈസ് ചെയ്യുന്നത്? ഈ നിയമങ്ങളൊക്കെ എങ്ങനെയുണ്ടായത്? പുരുഷന്മാരുടെ കയ്യിലിരിപ്പുണ്ടല്ലേ. ഈ ഡൽഹിയിലും കൊൽക്കത്തയിലും എന്തിന് നമ്മുടെ ഈ നാട്ടിൽ പോലും നമ്മുടെ കേരളത്തിൽ പോലും സ്ത്രീകളോടും കുട്ടികളോടും കാണിക്കുന്ന ക്രൂരതകൾ കാണുന്നതല്ലേ. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ല. എല്ലാ പുരുഷന്മാരും സ്ത്രീവിരുദ്ധരും അല്ല. ഈ പുരുഷന്മാർ നേരിടുന്ന അവകാശ ലംഘനത്തെക്കുറിച്ച് അവർക്കൊരു ബോധ്യവുമില്ല. കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അവർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല, അല്ലെങ്കിൽ അവർ അതുമായിട്ടങ്ങ് യൂസ്ഡ് ആയിപ്പോയി. പുരുഷന് വേദനിക്കില്ല, കരയാൻ പാടില്ല, കുടുംബം നോക്കണം, താടി മീശ വേണം, ഹൈറ്റ് വേണം, കുതിരയെ പോലെ പെർഫോം ചെയ്യണം, നല്ല ജോലി വേണം, ഒരുമാതിരി ചന്തക്കാളെ പോലെ എല്ലാം തികഞ്ഞിരിക്കണം. ഈ പുരുഷനായിട്ട് ജനിച്ച കാലം തൊട്ടേ കോമ്പറ്റീഷനാണ്. പുരുഷനായിട്ട് ജനിച്ച കാര്യം കൊണ്ട് മാത്രം അവിടെ നല്ല വിദ്യാഭ്യാസം കൊടുക്കും, നല്ല ഭക്ഷണം കൊടുക്കും, വേണേ 2 കഷ്ണം മീൻ എക്സ്ട്രാ കൊടുക്കും. ഇനി അവനെങ്ങാനും ആ എക്സ്പെക്റ്റേഷൻ വെച്ച് ഉയർന്നില്ലെങ്കിലാ നാട്ടുകാരുടെ മുന്നിലെല്ലാം വെച്ച് അവൻ ഇൻസൾട്ട് ചെയ്യും. അപ്പോൾ ഈ സ്ത്രീധനമോ? ഈ സ്ത്രീധനം എന്ന് പറയുന്നത് തന്നെ 2 പുരുഷന്മാർ തമ്മിലുള്ള പ്രശ്നം. മരുമോൻ്റെ ഏണിംഗ് പൊട്ടൻഷ്യലും അമ്മായിപ്പൻ്റെ ഏണിംഗ് പൊട്ടൻഷ്യലും തമ്മിലുള്ള കമ്പാരിസൺ അല്ലേ. എങ്കിൽ പിന്നെ നമുക്ക് ഇത് വെച്ചൊരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കാം. ഒരു 35-40 വയസ്സുള്ള ഒരാൾ ഒരു എഴുത്ത് ഒരു കത്തെഴുതാനായിട്ട് ഇരിക്കുന്നു. അയാളുടെ ആ പഴയ കാലങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ കാര്യങ്ങളോർത്ത് അയാൾക്ക് വല്ലാതെ വിഷമം വരുന്നു. പക്ഷേ അയാൾ എന്നാലും ആ കരയാതെ ആ ദുഃഖം ഇങ്ങനെ കടിച്ചമർത്തി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് എന്താണ്? നമുക്ക് ആ വിഷ്വൽസൊക്കെ പിന്നീട് കാണിക്കാം. എന്നിട്ട് അവസാനം അയാൾ ആ ലെറ്റർ എഴുതുന്നു. അതിലൊറ്റ ലൈൻ മാത്രമേ ഉള്ളൂ: ഐ വാസ് ബോൺ എ മാൻ ആൻഡ് മാൻലെസ് കിൽഡ് മീ. അതെഴുതി വെച്ച ശേഷം അയാൾ ആത്മഹത്യ ചെയ്യുന്നു. നിനക്ക് ഈ ആത്മഹത്യയും കൊലപാതകവും അല്ലാതെ വേറൊന്നും കിട്ടിയില്ലേ? ഇതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചൂടെ? ഈ അവാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രാജഡിയൊക്കെ വേണം. അല്ലാതെ വിഷമങ്ങളെല്ലാം മറന്നിട്ട് ഇതുപോലെ ഇരുന്ന് ടേബിളിൽ ഇട്ട് വിടുന്ന് വെള്ളം അടിച്ചെന്ന് പറഞ്ഞാൽ ആ കഥയൊന്നും ആർക്കും വേണ്ട. എടോ, ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ അവന് കരച്ചിൽ വരുന്നു. കരച്ചിൽ വരുമ്പോഴേ അവൻ ആ കരച്ചിൽ അടക്കി പിടിക്കുന്നു. കാരണം എന്താ? അവൻ ചെറുപ്പകാലം തൊട്ടേ പഠിച്ചു വച്ചിരിക്കുകയാണ് ഈ പുരുഷന്മാർ കരയാൻ പാടില്ല എന്ന്. എന്നാൽ പിന്നെ ആ റോള് ഞാൻ ചെയ്തേക്കാം. അപ്പോൾ പിന്നെ ഞാനെന്ത് ചെയ്യും? നീ എൻ്റെ കുട്ടിക്കാലം ചെയ്യും. അല്ല, ഇതിനെന്തോ പേരിടും ഈ ഷോർട്ട് ഫിലിമിന്? അതിപ്പോൾ ഓൾ കളേഴ്സ് ആർ നോട്ട് ബ്ലൂ അങ്ങനെ ഇട്ടാലോ? മനുഷ്യന് മനസ്സിലാകുന്നൊരു പേരൊക്കെ ഇട്. ഈ ബ്ലൂ എന്ന് പറയുന്നത് പൗരുഷത്തിൻ്റെ കളറാണ്. അങ്ങനെയാണ് വെപ്പ്. എടാ, ഇത് ആർക്കെങ്കിലുമൊക്കെ മനസ്സിലാകണ്ടേ? പിന്നെ നിൻ്റെ ഈ മേക്കും കൂടെ ആകുമ്പോൾ ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല. എന്നാൽ ഡയറക്ഷൻ കൂടെ നീ അങ്ങ് ചെയ്യും. നീ ചുമ്മാ ചൂടാകാതെ. നമുക്ക് ഈ പുരുഷന്മാരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് എടുക്കണ്ട, അതിന് വലിയ മാർക്കറ്റൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതേ രീതിയിലുള്ള എന്തുമാത്രം ഷോർട്ട് ഫിലിം ഉണ്ടാവും ഈ പുരുഷൻ്റെ കാര്യത്തിലെല്ലാം ഉള്ളത്. നമ്മളത് റിജക്റ്റ് ആകാനേ സാധ്യതയുള്ളൂ. ഒരു പണി നമുക്ക് ആ ട്രാൻസ്ജെൻഡറിനെ എടുക്കാം. അത് എടുക്കാൻ നേരത്ത് നിൻ്റെ ഈ വിമർശനമൊന്നും പാടില്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സൊക്കെ നോക്കിയിട്ട് എടുക്കാവുള്ളൂ. ഈ സ്ത്രീകളൊക്കെ ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ഈ കഥയും കൊണ്ട് ചെന്ന ആൾക്കാർ നമ്മൾ ഓടിക്കും. ഈ ഷൂട്ടിങ്ങൊക്കെ തുടങ്ങാം. അടുത്ത ആഴ്ചത്തേക്ക് ഞാൻ ആ സ്ക്രിപ്റ്റിൻ്റെ ഡ്രാഫ്റ്റ് അയച്ചു തരാം. എന്താ? അപ്പം എല്ലാം പ്ലാൻ ചെയ്തിട്ട് അറിയിക്കുക. ബഡ്ജറ്റൊക്കെ ചെറുതേ ഉണ്ടാവുള്ളൂ, കൂടി അതൊക്കെ ശരിയാക്കാം. ഓക്കെ, ശരി.